ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു സോപ്പുമായിട്ട് വന്നേക്കാണ് കേട്ടോ. എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് താമസം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ജോലിയുടെ ഇടയ്ക്ക് ഭയങ്കര തിരക്കായതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എന്നോട് ക്ഷമിക്കണം. പുതിയ പുതിയ വീഡിയോസ് മാക്സിമം സ്പീഡിലിടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോഴും സോപ്പിൻ്റെ പരിപാടി ചെയ്യുന്നുണ്ട്. നമ്മൾ സോപ്പ് ഇപ്പോഴും വിൽക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസും നമ്മൾ ഒരു 4 സോപ്പിനുള്ള 1/2 കിലോ 500 ഗ്രാം ബേസ് എടുത്തിട്ടുണ്ട്. ബേസ് ഉരുകാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ മുൾട്ടാനിമുട്ടി പൗഡർ വെച്ചിട്ടാണ് ഇന്ന് സോപ്പ് ഉണ്ടാക്കുന്നത്. മുൾട്ടാനിമുട്ടി പൗഡർ ഒരു 15 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ റോസ് വാട്ടർ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചല്ല കേട്ടോ. ഞാൻ വീട്ടിലെ റോസപ്പൂ തന്നെ വെച്ചിട്ട് പൂവെല്ലാം പറിച്ചെടുത്ത് നമ്മൾ റോസ് വാട്ടർ ആക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാം. കറക്റ്റ് റോസ് വാട്ടറിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഗുണവുമുണ്ട്. അപ്പം നമ്മൾ കെമിക്കൽ ആഡ് ചെയ്യുന്നതും വരുന്നില്ല. അപ്പോൾ നമ്മൾ മുൾട്ടാനിമുട്ടി പൗഡർ നന്നായിട്ട് അതിന് അരിയാൻ പാകത്തിന് റോസ് വാട്ടർ ഒഴിക്കാം. റോസ് വാട്ടർ കൂടിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അധികം കൂടണ്ട, ഒത്തിരി വെള്ളം പോലെ ആക്കണ്ട. അത്യാവശ്യം ആ ഒരു പൗഡറൊന്നും നമുക്ക് ലയിച്ച് കിട്ടണം ആ ഒരു ഇതിനകത്തേക്ക്. അതിനുള്ളത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ആ സമയം കൊണ്ട് നമുക്കൊരു 500 ഗ്രാം ബേസ് നന്നായിട്ട് റെഡിയാക്കിക്കൊണ്ട് വരാം. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. കാരണം സ്പൂണ് നേരെ താഴേക്ക് വീണിട്ട് അതിനകത്തായിപ്പോയി. അപ്പം അതിനി മാറ്റി സെറ്റാക്കിക്കൊണ്ട് വരണം. ഭയങ്കര ചൂടാണ് കേട്ടോ, കൈ പൊള്ളുവാണ്. അതുകൊണ്ട് പെട്ടെന്ന് കയ്യിലെടുക്കാനും പറ്റുന്നില്ല. അപ്പം കൂടുതൽ സമയം പുറത്തത് വെക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ഉരുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് മുൾട്ടാനിമുട്ടി നമ്മൾ റോസ് വാട്ടർ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുൾട്ടാനിമുട്ടി നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. കാരണം പൗഡർ ആയതുകൊണ്ട് എല്ലാ ഏരിയയിലും എത്താനായിട്ട് ഇച്ചിരി താമസം എടുക്കും. അപ്പോൾ തന്നെയല്ല കട്ട കുത്തി കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് ലയിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഇളക്കുന്ന പോലെ സ്പീഡായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അത്രയും സ്പീഡ് നിങ്ങൾ എടുക്കണ്ട. കാരണം ചിലർക്ക് ചിലപ്പം പതയാൻ സാധ്യതയുണ്ട്, പതഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ ഒഴിക്കുന്ന അലോവേരയാണ്. അലോവേര ഞാൻ ഫ്രഷ് അലോവേര റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഒഴിച്ചത്. അത് നമുക്ക് ആവശ്യാനുസരണം ഒഴിക്കാം. ഞാനൊരു 2 സ്പൂണോളം ഒഴിച്ചുള്ളൂ. പിന്നെ വൈറ്റമിൻ ഇ ഒരു 5 ഡ്രോപ്പ് ഒഴിക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ 5 ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ ഗ്ലിസറിനാണ് ആഡ് ചെയ്യുന്നത്. ഗ്ലിസറിൻ ഞാൻ ഒരടപ്പ് ആദ്യം ഒന്ന് ചേർത്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ചേർത്താൽ മതി. പക്ഷേ ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് ഒരു ഓയിലി സ്കിന്നുള്ള ആൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഞാൻ അധികം അങ്ങോട്ട് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യേണ്ട. കാരണം ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടി ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടി ചെയ്യുന്ന സോപ്പായതുകൊണ്ട് അതിനകത്ത് നമ്മൾ ഓയിൽ കണ്ടൻ്റ് ഉള്ള ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട. പിന്നെ നമ്മൾ ചേർക്കുന്ന ഫ്രാഗ്രൻസ് ആണ്, ഡാവിൻ്റെ ഫ്രാഗ്രൻസ് തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. അതൊരു 10-15 ml ചേർത്തിട്ടുണ്ട്. സ്മെല്ല് കൂടുതൽ വേണമെന്ന് പറയുന്നവർക്ക് മാത്രം 15 ml ആഡ് ചെയ്ത് കൊടുക്കുക. സ്മെല്ല് കുറവ് മതി എന്ന് പറയുന്നവർക്ക് നമുക്ക് 10 ml കറക്റ്റാണ് 500 ml കേട്ടോ. 500 ml ബേസിന് നമുക്ക് 10 ml സ്മെല്ല് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അത് റെഡിയായി എല്ലാം നമ്മൾ ചേർക്കേണ്ട എല്ലാ സാധനങ്ങളും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്കത് മോൾഡിലേക്ക് പകർത്താം. മോൾഡിലേക്ക് ഒഴിക്കുന്നത് താമസിച്ചാൽ പെട്ടെന്ന് കട്ട കുത്തും. അതുകൊണ്ട് നിങ്ങൾ കട്ട പിടിക്കാൻ നോക്കിയിരിക്കരുത്, പടപടേന്ന് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്ത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ സമയത്ത് ചെയ്യുമ്പോൾ എനിക്ക് ടൈം കിട്ടാറില്ല നന്നായിട്ട് വീഡിയോ ഒന്നിച്ചെടുക്കാൻ വേണ്ടി. അപ്പം ഞാനതിനെ വോയിസ് ഓവർ കൊടുത്താണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് ഒഴിച്ചെടുക്കുക. നല്ല കട്ടിക്കാണ് കിട്ടുന്ന രീതിയിലാണ് ബേസ് നന്നായിട്ടാണ് ഞാൻ അതിനകത്തേക്ക് ഒഴിക്കുന്നത്. കാരണം ഒരെണ്ണം 100-120 ഗ്രാമോളം ഒരു സോപ്പ് വരും കേട്ടോ. അത്രയും വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനകത്ത് എക്സ്ട്രാ വരുന്ന വെറുതെ കട്ടകൾ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു മോൾഡുകൾ ഇങ്ങനെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഒക്കെ മോൾഡുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ച് വെച്ചാൽ കുഞ്ഞു സോപ്പുകളായിട്ട് നമുക്ക് ഹാൻഡ് വാഷായിട്ടോ മുഖം കഴുകാനോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സോപ്പിൻ്റെ ഫൈനൽ ഭാഗമാണ് കേട്ടോ ഇത്. ഞാൻ അതിന് മുമ്പ് ചെയ്ത മുൾട്ടാനിമുട്ടി സോപ്പിൻ്റെ ഇതേക്കൂട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോപ്പ് ഇങ്ങനെ ഒരു പെർഫെക്ഷൻ ആയിട്ടുള്ള സോപ്പായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.